ഹായ് കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ അടുത്ത പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. വാമൊഴിച്ചന്തം എന്ന പാഠത്തിലെ തിന്താരോത്തക എന്ന നാടൻ പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വാമൊഴി എന്നാൽ എന്താണ്? നമ്മുടെ സംസാര ഭാഷയെയാണ് വാമൊഴി എന്ന് പറയുന്നത്. മലയാള ഭാഷയുടെ ഭംഗിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വാമൊഴിയുടെ ചന്തത്തിനെ അല്ലെങ്കിൽ ഭംഗിയെ എങ്ങനെ വിവരിക്കുന്നു എന്ന് നോക്കാം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. ഇവിടെ കിലുക്കമുള്ള ഭാഷയാണ് മലയാളം എന്ന് പറയാൻ കാരണം വൈവിധ്യമാർന്ന താളവും ഈണവും ശൈലികളും വാക്കുകളും അവയുടെ അർത്ഥവ്യത്യാസവും ഇത്രയധികമുള്ള ഭാഷ മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. വായനക്കാരുടെ മനസ്സിലെ ആഴത്തിലുള്ള ആസ്വാദനതലം വികസിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ മലയാള ഭാഷയെ കിലുക്കമുള്ള ഭാഷയെന്നല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും? ഇനി കവിതയിലേക്ക് കടക്കാം. തിന്താരോത്തക. തിന്താരോത്തക എന്നത് ഒരു വായ്ത്താരിയാണ്. വായ്ത്താരി എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംഗീതോപകരണങ്ങളുടെ താളങ്ങൾ വായ കൊണ്ട് പാടുന്നതാണ്. തിന്താരോതക 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 തിന്താരോ തിന്താരോതക 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 തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോതക 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 തിന്താരോ തിന്താരോതക 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 തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോതക 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 തിന്താരോ തിന്താരോതക 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 തിന്താരോ. പ്രകൃതിയുടെ മനോഹാരിതയും അതിനോടിണങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങളുടെയും വാഗ്മയ ചിത്രം പരോക്ഷമായി വരച്ചുകാട്ടുകയാണ് ഈ നാടൻ പാട്ടിലൂടെ. ഇനി പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. അപ്പോൾ ഈ പാട്ട് എല്ലാവരും താളത്തിൽ പാടി നോക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. നമുക്കൊരു ഉദാഹരണം നോക്കാം. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും കേൾക്കാൻ ആറാം കാട്ടാറിൻ സംഗീതം. ആറാനമ്മയ്ക്കും മക്കൾക്കും ചായാൻ ഏഴാം അരയാലിൻ പൊൻകൊമ്പ്. തിന്താരോതക 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 തിന്താരോ. അടുത്ത ചോദ്യം നോക്കൂ. ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ. ചില വായ്ത്താരികൾ നമുക്ക് നോക്കാം. തെയ്യാതീനന്താ തീനന്തീനം താരോ താരാ തീനന്താ തീനന്തീനം താരോ. തീതാരാ തീതാരാ തക തീതാരാ തീതാരാ. താരിക്കം താരാരോ തക താരിക്കം താരാരോ. താരിക്കം താരാരോ തക താരിക്കം താരാരോ. തന്നാനേ താനാ തിന തന്നാനം താനാ. തന്നാനേ താനാ തിന തന്നാനം താനാ. തെയ്യക തെയ്യക തെയ്യകം താരോ തെയ്യക തെയ്യക തെയ്യകം താരോ. ചോദ്യം നോക്കൂ. ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും. അവ പാടി രസിക്കൂ. ബാലസഭയിൽ അവതരിപ്പിക്കൂ. അടുത്ത ചോദ്യം. നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടികൂടാതെ ചൊല്ലിയോ? സ്വയം പരിശോധിക്കൂ.
അപ്പോൾ ഈ ചെറിയൊരു പാഠവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.